നമ്മുടെ നാട്ടിലുള്ള ചില മാലകളിലെ അർത്ഥം കേട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ സാധാരണക്കാർ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്നാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം കേട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൻ്റെ അടിത്തറയെ പൊളിച്ചു കളയുന്ന കാര്യമാണ് അതിൽ പറയുന്നത്. എന്താണ്? ഒരു മാലയിൽ പറയുന്നത് എന്താണ്? അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിൻ്റെ വരി എന്താണ്? ഇർതകബതു അലൽ ഖതാ, ഞാനിതാ തിന്മകളിലേക്ക് വീണുപോയിരിക്കുന്നു. ഗൈറ ഹസ്രിൻ വഅദദ്, അതിനെന്തില്ല? എണ്ണവും കണക്കുമില്ല. ലക അഷ്കു ഫീഹി, ഞാൻ ആവലാതി ബോധിക്കുന്നു. ചോദിക്കട്ടെ, നമ്മൾ തിന്മയിലും പ്രയാസങ്ങളിലും വീണ് കഴിഞ്ഞാൽ ആരോടാ ചോദിക്കുക? ആരോടാ പറയാ? ആരോടാ? അള്ളാഹിനോടല്ലേ? ഈ ബൈത്തിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലേ അങ്ങയോടാണ് ഞാൻ ആവലാതിയും വേവലാതിയും ബോധിപ്പിക്കുന്നത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ശിർക്കല്ല എങ്കിൽ മറ്റെന്താണ് സഹോദരങ്ങളെ ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യം എന്താണ്? ഇന്നമാ അഷ്കു ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, എൻ്റെ ആവലാതിയും വേവലാതിയും ഞാൻ ബോധിപ്പിക്കുക ആരോടാണ്? അള്ളാഹുവോടാണ് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, സാധാരണക്കാർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം. കാരണം സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. നമ്മൾ ഓരോ ആളുകളും ഈ കിട്ടിയ ഹക്ക് അത് മൂടി വെക്കാൻ പാടില്ല. ആളുകൾക്ക് ഏറ്റവും നല്ല നസീഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം, ഇത് ചില്ലറ കാര്യമല്ല. കാരണം നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരുന്ന ഒരു വിശ്വാസമാണിത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കാകുന്ന പാപം ഒരിക്കലും പുറത്തു തരില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു നൽകും. ഇനി അല്ല എങ്കിൽ ആ ചെയ്ത തിന്മക്ക് ശിക്ഷ ലഭിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കും. പക്ഷേ അള്ളാഹുൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് അത് ആളുകൾക്ക് നസീഹത്തിൻ്റെ ഭാഷയിൽ സാധാരണക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇന്നതാണ് നിങ്ങൾ ഈ പാടി പറയുന്ന വരികളിലുള്ളത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശിർക്കാണ്. നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചത് ആളുകളിലേക്ക് എത്തിക്കണം. കാരണം സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ, നരകത്തിൽ ശ്വാസതനായി കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും അവസ്ഥ? നരകത്തിൻ്റെ ഭയാനകത അത് അത്രത്തോളമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയ കാര്യം അത് ആളുകളിലേക്ക് എത്തിക്കാൻ ഞാനും നിങ്ങളും അതിയായി പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അവർ ഈ പറഞ്ഞ വിശ്വാസങ്ങളിലാണ് ഉള്ളത് എങ്കിൽ അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.